നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അണ്ണാ, പണ്ട് നമ്മുടെ തിരുട്ട് ഗ്രാമത്തിൽ ഇരുമ്പ് പണിയൊക്കെ ചെയ്തിരുന്നൊരു കണ്ണമേശ്ശേരി അണ്ണൻ ഓർമ്മയുണ്ടോ? കണ്ണമേശ്ശേരി അറിയാം. ഗ്രാമത്തിലെ തിരുട്ട് പയലുകൾക്ക് വാളും കത്തിയും കൊടുവാളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നത് ഈ കണ്ണമേശ്ശേരി ആയിരുന്നു. മേശ്ശേരിയുടെ വാളെടുത്ത് ഒരുത്തന്റെ കഴുത്ത് വെട്ടിയ കഴുത്തറ്റ് വാള് മറുവശത്തൂടെ പോവും. വെട്ടുകൊണ്ടവൻ അറിയില്ല കഴുത്ത് പോയോ ഇല്ലയോ എന്ന്. അത് ഞാനും കേട്ടിട്ടുണ്ട്. നല്ല മൂർച്ചയായിരിക്കും അല്ലേ? മൂർച്ചയുണ്ടെന്ന് മാത്രമല്ല, എത്ര കാലം ഉപയോഗിച്ചാലും അതങ്ങനെ തന്നെ മൂർച്ച നിൽക്കുകയും ചെയ്യും. ആ കണ്ണൻ മേശ്ശേരിയുടെ മോൻ പൊന്നൻ, അവനിപ്പം മോഡേണാ. കത്തിയും കൊടച്ചക്രമൊന്നുമല്ല, ദാ തോക്ക്, രസികൻ തോക്ക്. ഇത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. വില അല്പം കൂടുതലാണെങ്കിലും അതിന് തക്ക ഗുണമുണ്ടെണ്ണ. കൊള്ളാം. ഈ റോഡ് ചെന്ന് കയറി വലത്തോട്ട് പോകുന്നിടത്താണ് ഇവിടെ എല്ലാ കടകളിലും പൂ കൊടുക്കുന്ന മൊത്തക്കച്ചവടക്കാരന്റെ കട. ദിവസവും ഈ നേരത്താണ് ആ പൂക്കടയിലെ പെണ്ണ് പോകുന്നത്. ഇവിടെയാവുമ്പോ ആരും കാണാനില്ല, ആരും ഒന്നും അറിയുകയുമില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആൾക്കാരുണ്ടാവും, അത് അപകടമാണ്. അത് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും മാറണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ഇന്നത്തോടെ അവളുടെ കഥ തീരണം. കിഷനൊരു ചേച്ചി ഉണ്ടെന്നും അത് ഇവളാണെന്നും അറിയാൻ ഇടവരുന്നത്. എങ്ങനെയായാലും അതിനൊരു സാഹചര്യം തെളിയും മുമ്പ് അവളുടെ ജീവൻ എടുത്തിരിക്കണം. ഉറപ്പല്ലേ? അണ്ണൻ 1000 മുതൽ താഴോട്ട് എണ്ണിക്കോ. 1 എന്ന് എണ്ണും മുമ്പ് അവളുടെ ശ്വാസം നിലച്ചിരിക്കും. இங்க யாரும் இல்லையா? வாங்கம்மா வாங்க. அம்மா, உங்க மனசுல ஒரு பெரிய விஷயம் தங்கி இருக்கே. முகத்து அதோட லட்சணம் இருக்கு. லட்சணம் போடம்மா. உங்களோட கை നോക്കി ബലം പറയാ. ഉക്കാരുങ്കമ്മ, ഉക്കാരുങ്ക. എന്നാലട്ടുന്നത് ദേവൂട്ടി ഒഴിഞ്ഞു പോവോ, സന്ദീപും അഖിലയായിട്ടുള്ള കല്യാണം നടക്കുമോ എന്ന വിഷയം അതിനിവളൊരു ഉത്തരം തരുമോ? അമ്മാ, എന്താ അമ്മ ചിന്തിച്ച് വിചാരപ്പെട്ട് നിൽക്കുന്നേ? ഏത് വിഷയം പറയാമ്മ? ദക്ഷിണ കൊടമ്മ. ആ, ദക്ഷിണൊക്കെ തരാം. ആദ്യം നീ ഫലം പറ. പറയട്ടുമാ? പറ. അമ്മ, ശുഭഫലമല്ലമ്മ കാണുന്നത്. പിന്നെ ആ ശുഭഫലം ദുഃഖം, പ്രയാസം, വലിയ ഒരു ദുരന്തം കടന്നു വരാൻ പോകുന്നു. ഏത് തരത്തിലുള്ള ദുരന്തം? ആളിനെ ബാധിക്കുന്നതോ, തൊഴിലിനെ ബാധിക്കുന്നതോ, അതോ മറ്റെന്തിനെങ്കിലും ബാധിക്കുന്നതോ? അന്തമാതിരി കാര്യങ്ങളൊന്നും ചൊല്ലക്കൂടാതമ്മ. മറ്റാരെയോ ഉന്നം വെച്ച് ചെയ്ത ദുഷ്കർമ്മം, ആരെയാണോ ഉന്നം വെച്ചത് അവരുടെ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്തവർക്ക് ദോഷം വരും, തിരിച്ചടി കിട്ടും.
അണ്ണാ, ആള് വരുന്നുണ്ട്. പക്ഷേ അത് ആ പെണ്ണല്ല, അവളുടെ തന്തയാ. എന്തായാലും നമ്മൾ തോക്കെടുത്ത് ഇറങ്ങിയതല്ലേ, തന്തയെങ്കിൽ തന്ത, തീർത്തേക്കാം. ഗ്യാസിന്റെ മണാണല്ലോ. എന്തോ അയ്യോ എന്തോ അയ്യോ ഈശ്വര അമ്മേ അയ്യോ അയ്യോ അമ്മേ വിക്രമ, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുന്നത് എന്റെ മകന് വേണ്ടിയാ. അവൻ നഷ്ടപ്പെടുന്നതോ എന്റെ സ്നേഹത്തിൽ അവന് സംശയമുണ്ടാകുന്നതോ എനിക്ക് സഹിക്കാനാവുന്ന കാര്യമല്ല. അത് എന്റെ മാത്രമല്ല, എന്റെ ഭാര്യയുടെ അവസ്ഥയാ. ഞങ്ങളുടെ സന്തോഷവും സമാധാനവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുക. അതിനുള്ള ഏക ഭീഷണി ആ പെൺകുട്ടിയാ, ദേവൂട്ടി. അത് തന്നെ അണ്ണാ ഞാനും പറഞ്ഞത്. ഇതവളുടെ അച്ഛനാ. ഇയാളെ നമ്മൾ തീർത്തിരുന്നെങ്കിൽ അത് അവൾക്കൊരു ഷോക്കായേനെ. ഇല്ലേ വിക്രമ, അവൾക്കൊരു ഷോക്ക് കൊടുക്കലല്ല നമ്മുടെ ആവശ്യം, അവളെ അവസാനിപ്പിക്കലാണ്. ഇനി അവൾ ജീവനോടിരിക്കുന്ന ഏത് നിമിഷവും കിഷനും അവളും പരസ്പരം തിരിച്ചറിയും. അവന് സ്വന്തം ചേച്ചിയിൽ നിന്ന് അകറ്റി അപഹരിച്ചിട്ട് ആ ചേച്ചിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞവനാണ് നാഗപ്പ എന്നറിയുമ്പോൾ അവരുടെ പ്രതികരണം എന്താകുമെന്നുള്ള ഭയപ്പാടില്ല ഞാൻ. ആ ഭയപ്പാടിൽ നിന്ന് രക്ഷകിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അവൾ മരിക്കണം. അവൾ മാത്രം, മറ്റാരും നമ്മുടെ ലക്ഷ്യമേ അല്ല.